ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. കോമൺവെൽത്ത് രാജ്യങ്ങളിലെ സ്പീക്കർമാരുടെയും പ്രിസൈഡിംഗ് ഓഫീസർമാരുടെയും 28ാമത് സമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 2 ദിവസത്തെ പഞ്ചാബ് രാജസ്ഥാൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഇറാനിലെ സുരക്ഷാ സാഹചര്യം വിലയിരുത്തി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ലഭ്യമായ ഗതാഗത മാർഗ്ഗങ്ങളിലൂടെ ഇറാനിൽ നിന്ന് ഉടനടി മടങ്ങണമെന്ന് ഇന്ത്യൻ പൌരന്മാർക്ക് നിർദ്ദേശം. തമിഴ്നാടിന്റെ കൊയ്ത്തുത്സവമായ മകരപ്പൊങ്കൽ ഇന്ന്. കേരളത്തിൽ 6 ജില്ലകൾക്ക് അവധി. നെറ്റ്വർക്കിംഗും ഡാറ്റാ സെൻട്രിസിറ്റിയും എന്ന പ്രമേയത്തിലൂന്നി രാജ്യം ഇന്ന് 78ാം കരസേനാ ദിനം ആഘോഷിക്കുന്നു. ഇന്ത്യയുടെ കിഡംബി ശ്രീകാന്ത് ഇന്ത്യ ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസ് പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. കോമൺവെൽത്ത് രാജ്യങ്ങളിലെ സ്പീക്കർമാരുടെയും പ്രിസൈഡിംഗ് ഓഫീസർമാരുടെയും 28ാമത് സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. ലോക്സഭാ സ്പീക്കർ ഓം ബിർള സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കും. 42 കോമൺവെൽത്ത് രാജ്യങ്ങളിലെയും 4 അർദ്ധ സ്വയംഭരണ പാർലമെന്റുകളിലെയും 61 സ്പീക്കർമാരും പ്രിസൈഡിംഗ് ഓഫീസർമാരും സമ്മേളനത്തിൽ പങ്കെടുക്കും. ജനാധിപത്യ സ്ഥാപനങ്ങളെ ശാക്തീകരിക്കുന്നതിൽ സ്പീക്കർമാരുടെയും പ്രിസൈഡിംഗ് ഓഫീസർമാരുടെയും പങ്കുൾപ്പെടെ സമകാലിക പാർലമെന്ററി വിഷയങ്ങളെക്കുറിച്ച് സമ്മേളനം ചർച്ച ചെയ്യും. നാളെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന 2026ലെ ദേശീയ സ്റ്റാർട്ടപ്പ് ദിനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും. സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഇത് വളരെ സവിശേഷമായ ദിവസമാണെന്ന് DPIIT സെക്രട്ടറി അമർദീപ് സിംഗ് ഭാട്ടിയ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. യാത്രക്കാരുടെ സുഖസൌകര്യങ്ങളും കണക്ടിവിറ്റിയും മെച്ചപ്പെടുത്തുന്നതിൽ സുപ്രധാന മുന്നേറ്റമായിരിക്കും പുതിയ അമൃത് ഭാരത് ട്രെയിനുകളെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഈ ട്രെയിനുകൾ വ്യാപാരത്തിനും വിനോദസഞ്ചാരത്തിനും ഉത്തേജനം പകരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. 9 പുതിയ അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ ഫ്ളാഗ് ഓഫ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ സമൂഹമാധ്യമ പോസ്റ്റ് പ്രധാനമന്ത്രി പങ്കുവച്ചു. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 2 ദിവസത്തെ പഞ്ചാബ് രാജസ്ഥാൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. അമൃത്സറിലെ ഗുരുനാനാക്ക് ദേവ് സർവകലാശാലയുടെ 50ാമത് സുവർണ ജൂബിലി ബിരുദദാന സമ്മേളനത്തിൽ രാഷ്ട്രപതി മുഖ്യാതിഥിയാകും. നാളെ ജലന്ധറിലെ ഡോക്ടർ BR അംബേദ്കർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ 21ാമത് ബിരുദദാന സമ്മേളനത്തിലും ശ്രീമതി മുർമു പങ്കെടുക്കും. ഹൈമാസ്റ്റ് ദേശീയ പതാകയുടെ ഉദ്ഘാടനവും രാഷ്ട്രപതി നിർവഹിക്കും. കൂടാതെ സൈബർ സുരക്ഷ, 5G ആൻഡ് ബിയോണ്ട് എന്നീ മേഖലകളിലെ 2 മികവിന്റെ കേന്ദ്രങ്ങളും ശ്രീമതി മുർമു രാഷ്ട്രത്തിന് സമർപ്പിക്കും. ജയ്പൂരിൽ രാമാനന്ദ് മിഷൻ നാളെ സംഘടിപ്പിക്കുന്ന ഹനുമാൻ മഹായജ്ഞത്തിലും രാഷ്ട്രപതി പങ്കെടുക്കും. ഇന്ത്യൻ പൌരന്മാർ ലഭ്യമായ ഗതാഗത മാർഗ്ഗങ്ങളിലൂടെ ഇറാനിൽ നിന്ന് മടങ്ങണമെന്ന് ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി. ഇറാനിലേക്കുള്ള യാത്ര ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഒഴിവാക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒരു റിപ്പോർട്ട്. ഹെൽപ്പ് ലൈൻ നമ്പറുകൾ വഴിയോ cons.tehran@mea.gov.in എന്ന ഇമെയിൽ വിലാസത്തിലോ ടെഹ്റാനിലെ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടാവുന്നതാണ്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇറാൻ വിദേശകാര്യമന്ത്രിയുമായി ഇന്നലെ ടെലിഫോൺ സംഭാഷണം നടത്തി. ഇറാനിലെ നിലവിലെ സംഭവ വികാസങ്ങളെപ്പറ്റി തങ്ങൾ ചർച്ച ചെയ്തതായി അദ്ദേഹം പിന്നീട് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അതിനിടെ രാജ്യത്ത് തുടരുന്ന ആഭ്യന്തര പ്രക്ഷോഭങ്ങളിൽ 3428ലേറെ പേർ കൊല്ലപ്പെട്ടതായും 10,000ത്തിലേറെ പേരെ അറസ്റ്റ് ചെയ്തതായും നോർവേ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഇറാൻ മനുഷ്യാവകാശ സംഘടന കണ്ടെത്തിയിട്ടുണ്ട്. അതിനിടെ പ്രക്ഷോഭകരെ വധശിക്ഷയ്ക്ക് വിധേയരാക്കരുതെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ടെഹ്റാന് മുന്നറിയിപ്പ് നൽകി. എന്നാൽ പ്രതിഷേധങ്ങളിൽ ഇടപെട്ടാൽ അമേരിക്കൻ താവളങ്ങൾ ആക്രമിക്കുമെന്നാണ് ഇറാന്റെ മറുപടി. അതേസമയം ഇറാന് പിന്തുണ അറിയിച്ച് ചൈന രംഗത്തെത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ആകാശവാണി. ഐപാക് മേധാവി പ്രദീപ് ജെയിനിന്റെ ഓഫീസുകളിലും വസതിയിലും നടത്തിയ റെയ്ഡിൽ ED പിടിച്ചെടുത്ത രഹസ്യ ഡാറ്റ സൂക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് തൃണമൂൽ കോൺഗ്രസ് സമർപ്പിച്ച ഹർജി കൽക്കട്ട ഹൈക്കോടതി തള്ളി. ഐപാക്കിൽ നിന്ന് രേഖകളോ ഡാറ്റയോ പിടിച്ചെടുത്തിട്ടില്ലെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയെ അറിയിച്ചു. EDയുടെ വാദം അംഗീകരിച്ച ജസ്റ്റിസ് ശുഭ്ര ഘോഷ് ഹർജി തള്ളുകയായിരുന്നു. CBI അന്വേഷണം ആവശ്യപ്പെട്ട് ED സുപ്രീംകോടതിയെ സമീപിച്ചതിനാൽ വിധി വരുന്നതുവരെ നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കാനും ഹൈക്കോടതി ഉത്തരവിട്ടു. ഛത്തീസ്ഗഡിലെ സുക്മ ജില്ലയിൽ 29 മാവോവാദികൾ പോലീസിന് മുൻപിൽ കീഴടങ്ങി. സംസ്ഥാന സർക്കാരിന്റെ പുനരധിവാസ നയപ്രകാരം കീഴടങ്ങിയ മാവോയിസ്റ്റുകൾക്ക് 50,000 രൂപ വീതം നൽകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് TVM X ഹാൻഡിലും ലഭ്യമാണ്.
AI ഇംപാക്ട് ഉച്ചകോടിക്ക് അടുത്ത മാസം ഇന്ത്യ ആതിഥേയത്വം വഹിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ഉച്ചകോടി AI നവീകരണത്തിലും പ്രയോഗത്തിലും രാജ്യത്തിന്റെ പങ്ക് ശക്തിപ്പെടുത്തുന്നതിനുള്ള വേദിയായി മാറുമെന്നും ശ്രീ പ്രധാൻ വ്യക്തമാക്കി. മദ്രാസ് IITയിൽ പൊങ്കൽ ആഘോഷങ്ങളിൽ പങ്കെടുക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. സ്കൂൾ തലം മുതൽ ഗവേഷണ കാലയളവിൽ ഉൾപ്പെടെ രാജ്യത്തെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും മാതൃഭാഷയ്ക്ക് മുൻഗണന നൽകുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. തമിഴ്നാടിന്റെ കൊയ്ത്തുത്സവമായ മകരപ്പൊങ്കൽ ഇന്ന്. തമിഴ്നാട് കലണ്ടറിലെ പുതുവത്സരം കൂടിയാണ് ഇത്. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധമാണ് പൊങ്കൽ ആഘോഷമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. എല്ലാവരുടെയും ജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും കൊണ്ടുവരാൻ പൊങ്കൽ ആഘോഷങ്ങൾ വഴിതെളിക്കട്ടെയെന്നും അദ്ദേഹം ആശംസിച്ചു. ന്യൂഡൽഹിയിൽ കേന്ദ്ര സഹമന്ത്രി എൽ മുരുകന്റെ വസതിയിൽ സംഘടിപ്പിച്ച പൊങ്കൽ ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. आज पोंगल एक ग्लोबल फेस्टिवल बन चुका है. दुनिया भर में तमिल समुदाय और तमिल संस्कृति से प्रेम करने वाले लोग इसे उत्साह के साथ मनाते हैं. ये पर्व हमें प्रकृति, परिवार और समाज में संतुलन बनाने का रास्ता दिखाता है. പൊങ്കലിനോടനുബന്ധിച്ച് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, വയനാട് അടക്കം സംസ്ഥാനത്തെ 6 ജില്ലകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ജില്ലകളിലാണ് പ്രാദേശിക അവധി. 78ാം കരസേനാ ദിനാഘോഷം ഇന്ന് രാജസ്ഥാനിലെ ജയ്പൂരിൽ നടക്കും. നെറ്റ്വർക്കിംഗും ഡാറ്റാ സെൻട്രിസിറ്റിയും എന്നതാണ് ഇത്തവണ കരസേനാ ദിനാഘോഷത്തിന്റെ പ്രമേയം. കരസേനാ ദിനത്തോടനുബന്ധിച്ച് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങൾക്കൊപ്പം കേരളത്തിലും നിരവധി പരിപാടികൾ സംഘടിപ്പിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി. ഫീൽഡ് മാർഷലായ ജനറൽ കരിയപ്പ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ഇന്ത്യൻ കമാൻഡർ ഇൻ ചീഫ് ആയി സ്ഥാനമേറ്റ ദിനമായ ജനുവരി 15 എല്ലാ വർഷവും കരസേനാ ദിനമായി ആചരിക്കുന്നത്. അവസാനത്തെ ബ്രിട്ടീഷ് കമാൻഡർ ഇൻ ചീഫ് ആയിരുന്ന ജനറൽ FRR ബച്ചറിൽ നിന്നാണ് ജനറൽ കരിയപ്പ 1949 ഇന്ത്യൻ കരസേനയുടെ നേതൃത്വം ഏറ്റെടുത്തത്. തിരുവനന്തപുരത്തെ പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലാണ് കേരളത്തിലെ കരസേനാ ദിനാചരണ പരിപാടികൾ നടത്തുന്നത്. സ്റ്റേഷൻ കമാൻഡർ അനുരാഗ് ഉപാധ്യായയും മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥരും പുഷ്പചക്രം അർപ്പിക്കും. കരസേനാംഗങ്ങൾക്കൊപ്പം വിമുക്ത ഭടന്മാരും പരിപാടികളിൽ പങ്കെടുക്കും. മകരവിളക്ക് കാലത്തിന് സമാപനം കുറിച്ച് ശബരിമല ക്ഷേത്രനട ഈ മാസം 20 അടയ്ക്കും. ഇന്നു മുതൽ മകരമാസ പൂജകൾ ആരംഭിക്കും. 19 വരെ മാത്രമേ ഭക്തർക്ക് ദർശനം അനുവദിക്കുകയുള്ളൂ. 20 രാജപ്രതിനിധിക്ക് മാത്രമാണ് ദർശന അനുമതി. ഇത്തവണ ഇടുക്കിയിലെ പുല്ലുമേട്ടിൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നടക്കമെത്തിയ 9217 ഭക്തർ മകരജ്യോതി ദർശനത്തിന് സാക്ഷിയായി. സത്രം വഴി 1702 പേരും വള്ളക്കടവ് വഴി 3408 പേരും പാണ്ടിത്താവളം വഴി 4107 പേരും എത്തിയതായി അധികൃതർ അറിയിച്ചു. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ ദേവസ്വം ബോർഡ് മുൻ അംഗം KP ശങ്കരദാസിനെ SIT അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരത്തെ ആശുപത്രിയിൽ എത്തിയാണ് ഇന്നലെ വൈകുന്നേരം SIT ശങ്കരദാസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കേസിൽ 11ാം പ്രതിയാണ് ഇദ്ദേഹം. ഭക്തർക്ക് ദർശന സായുജ്യം നൽകി തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മുറജപത്തിന് മകരശീവേലിയോടെ സമാപനം. 10000കണക്കിന് ഭക്തരാണ് ലക്ഷദ്വീപ് പ്രഭയിലായ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇന്നലെ രാത്രി 8:30 നടന്ന മകരശീവേലി കണ്ട് വന്ദിക്കുന്നതിനായി എത്തിയത്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, രാജകുടുംബാംഗങ്ങളായ പൂയം തിരുനാൾ ഗൌരി പാർവതി ഭായ്, അശ്വതി തിരുനാൾ ഗൌരി ലക്ഷ്മി ഭായ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്ത്യ ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസിൽ കിഡംബി ശ്രീകാന്ത് പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഇന്ത്യയുടെ തന്നെ തരുൺ മന്നപ്പള്ളിയെയാണ് ശ്രീകാന്ത് പരാജയപ്പെടുത്തിയത്. ആദ്യ റൌണ്ടിൽ ഇന്ത്യയുടെ HS പ്രണോയ് ഹോങ്കോങ് താരത്തെ പരാജയപ്പെടുത്തി. അതേസമയം വനിതാ സിംഗിൾസിൽ മുൻ ലോക ചാമ്പ്യൻ PV സിന്ധു വിയറ്റ്നാം താരത്തോട് പരാജയപ്പെട്ടു. 15ാം കേരള നിയമസഭയുടെ 16ാം സമ്മേളനം ഈ മാസം 20 ആരംഭിക്കുമെന്ന് സ്പീക്കർ AN ഷംസീർ. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് സഭാ സമ്മേളനം ആരംഭിക്കുക. ഈ മാസം 29 ധനമന്ത്രി KN ബാലഗോപാൽ സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കും. മാർച്ച് 26 വരെ 32 ദിവസമാണ് സഭ സമ്മേളിക്കുക. ഫെബ്രുവരി 6 മുതൽ 22 വരെയുള്ള കാലയളവിൽ സഭ ചേരുന്നതല്ല. പ്രധാന വാർത്തകൾ വീണ്ടും. കോമൺവെൽത്ത് രാജ്യങ്ങളിലെ സ്പീക്കർമാരുടെയും പ്രിസൈഡിംഗ് ഓഫീസർമാരുടെയും 28ാമത് സമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 2 ദിവസത്തെ പഞ്ചാബ് രാജസ്ഥാൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഇറാനിലെ സുരക്ഷാ സാഹചര്യം വിലയിരുത്തി വിദേശകാര്യമന്ത്രി S ജയശങ്കർ ലഭ്യമായ ഗതാഗത മാർഗ്ഗങ്ങളിലൂടെ ഇറാനിൽ നിന്ന് ഉടനടി മടങ്ങണമെന്ന് ഇന്ത്യൻ പൌരന്മാർക്ക് നിർദ്ദേശം. തമിഴ്നാടിന്റെ കൊയ്ത്തുത്സവമായ മകരപ്പൊങ്കൽ ഇന്ന്. കേരളത്തിൽ 6 ജില്ലകൾക്ക് അവധി. നെറ്റ്വർക്കിംഗും ഡാറ്റാ സെൻട്രിസിറ്റിയും എന്ന പ്രമേയത്തിലൂന്നി രാജ്യം ഇന്ന് 78ാം കരസേനാ ദിനം ആഘോഷിക്കുന്നു. ഇന്ത്യയുടെ കിഡംബി ശ്രീകാന്ത് ഇന്ത്യ ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസ് പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.